പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഏപ്രിൽ മാസം ആമേൻ 15-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിൽ നിന്ന് സ്തോത്രം പറഞ്ഞു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു അല്ലേ. എത്ര അത്ഭുതകരമായിട്ടാണ് സൂക്ഷിച്ച. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, അതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിച്ച് കർത്താവ് നമ്മളെ ക്ഷേമത്തോടെ പുലർത്തിയ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കരം ഉയർത്തിപ്പിടിച്ചിട്ട് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് കരം ഉയർത്തിപ്പിടിച്ച് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ കർത്താവിന് കരം ഉയർത്തിപ്പിടിച്ച് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഈ പകൽക്കാലം നമ്മളെ ക്രിസ്തുയേശുവിൽ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് കരം ഉയർത്തിപ്പിടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് പൽക്കാലം ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിന് സ്തോത്രം, ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നതിന് സ്തോത്രം, ദൈവകൃപയിൽ ഞങ്ങളെ പൊതിയുന്നതിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാണ്, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. സങ്കീർത്തനക്കാരൻ 97-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. 9-ഉം 10-ഉം വാക്യങ്ങൾ പറയുന്നു, യഹോവേ, അങ്ങ് സർവ്വഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുക്കുകയും കർത്താവ് തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നു. 12-ാമത്തെ വാക്യം, നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിപ്പീൻ, കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുകയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ചാട്ട്. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പൽക്കാലം കാത്തു പരിപാലിച്ചല്ലോ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കഴിഞ്ഞ കർത്താവെ, ഈ പ്രിയപ്പെട്ട എല്ലാവരെയും അങ്ങനെ തിരുരക്തം കൊണ്ട് മറയ്ക്കുന്നു. ശത്രുവാകുന്നവരെ ദൃഷ്ടി വീഴാതെ എല്ലാവരെയും സൂക്ഷിക്കണം. ഇന്ന് പൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന ഒരാൾ പോലും കർത്താവെ വ്യസനിപ്പാൻ ഇടവരരുത്. അവരുടെ വ്യസനങ്ങൾ സന്തോഷമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ വ്യസനത്തിനുള്ള വഴികളെല്ലാം അടയട്ടെ. സന്തോഷത്തിൻ്റെ വഴികൾ തുറന്നു വരട്ടെ. നസറേനായ യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വ്യസനത്തിനുള്ള വഴികൾ അടയട്ടെ. സന്തോഷത്തിനുള്ള വഴികൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. കർത്താവേ, അതുപോലെ രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യം ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ആരോഗ്യം വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് മലബന്ധത്താൽ ഭാരപ്പെടുന്നവർ, കോൺസ്റ്റിപ്പേഷൻ മുഖാന്തരം ബുദ്ധിമുട്ടുന്നവർ ഇന്ന് യേശുവിൻ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. അതുപോലെ കർത്താവെ, ശാരീരികമായ മറ്റെല്ലാ അസ്വസ്ഥതകളും സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. കൈയിന്മേലുള്ള വേദനകൾ മാറട്ടെ. ആമേൻ. ആ പെരുപ്പ് മാറട്ടെ. ആമേൻ. നംനസ്സുകൾ മാറട്ടെ. അത്ഭുതകരമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ തന്നെ മക്കളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. നാളുകളായി മൈഗ്രീനാൽ ഭാരപ്പെടുന്നവർ നസറേനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മേലാൽ മടങ്ങി വരാതവണ്ണം പൂർണ്ണ വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവേ, ആമേൻ. ഇന്ന് പകൽക്കാലം അതുപോലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി വഴി തുറന്നു കൊടുക്കുന്ന കർത്താവിന് സ്തോത്രം. അവർ പോകേണ്ട വഴി അവരെ കാണിച്ചു കൊടുക്കുന്നതിനായി സ്തോത്രം. ആമേൻ. ദൈവകൃപ അവരുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ പുതിയ വാതിലുകൾ തുറന്നു വരട്ടെ. ഓപ്പർച്യൂണിറ്റീസ് ലോകവ്യാപകമായി തൻ്റെ മക്കൾക്ക് വേണ്ടി ഓപ്പൺ ആകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ എവിടെയൊക്കെ ഇരുന്ന് തൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നു അവിടെ എല്ലാം ദൈവത്തിൻ്റെ വാതിലുകൾ, അപ്പയുടെ വാതിലുകൾ തുറന്നു വരട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു.
ആമേൻ. ഹല്ലേലൂയ. ലോകത്തെമ്പാടും നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. അഭിഷക്ത ദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് വൈകിട്ടത്തെ നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമായി തീരണം. വലിയ ദൈവമഹത്വം വൈകിട്ടത്തെ മീറ്റിങ്ങിൽ നിറഞ്ഞു കവിയുവാൻ ഇടവരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടെ ഇരിക്കട്ടെ. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നിങ്ങളുടെ മൊബൈൽ അലാം സെറ്റ് ചെയ്യുക, റിമൈൻഡർ സെറ്റ് ചെയ്യുക. മറക്കരുത് കേട്ടോ. നിങ്ങൾ ഇന്ന് ഈ ശബ്ദം കേട്ട നിങ്ങൾ വൈകിട്ടത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. നിങ്ങൾ ഇന്ന് പകൽക്കാലം വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും കൊളീഗ്സിനോടും ഒക്കെ സംസാരിക്കണം. അവരെ കൂടെ വൈകിട്ടത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ പ്രോത്സാഹിപ്പിക്കണം. ആമേൻ. നിങ്ങളുടെ മൊബൈൽ അലാറം സെറ്റ് ചെയ്യുക, അലാം സെറ്റ് ചെയ്ത് റിമൈൻഡറും സെറ്റ് ചെയ്ത് തക്ക സമയത്ത് ജോയിൻ ചെയ്യണം. ഇന്ത്യൻ സമയം 9:30 സ്റ്റാർട്ട് ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. മാത്യു ചാപ്റ്റർ 6:26. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? ഇവിടെയാണ് ദൈവവചനത്തിൻ്റെ ആ മാഹാത്മ്യം. കർത്താവ് പറയുക, നിങ്ങൾ ആകാശത്തിലെ പറവകളെ ഒന്ന് നോക്കിക്കേ. ആമേൻ. നമ്മളൊന്ന് നോക്കിക്കേ, നമ്മളൊന്ന് ചിന്തിച്ചേ. നിങ്ങളിരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് കർത്താവ് പറഞ്ഞതുപോലെ ഒന്ന് നോക്കിക്കേ. ആകാശത്തിൽ പറവകൾ. നിങ്ങൾ പറവകളില്ലാത്ത നാട്ടിലാണെങ്കിൽ പോലും എവിടെയാണെങ്കിലും നിങ്ങൾ പറവകളെ കണ്ടിട്ടുണ്ടല്ലോ. നോക്കൂ. അവ വിതയ്ക്കുന്നുണ്ടോ? ഇല്ല. അവ കൊയ്യുന്നുണ്ടോ? ഇല്ല. അവ കളപ്പുരയിൽ അല്ലെങ്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നുണ്ടോ? ഈ 3 കാര്യമില്ല. വിതയുമില്ല, കൊയ്ത്തുമില്ല, കൂട്ടിവെക്കുന്നുമില്ല. വിതയുമില്ല, കൊയ്ത്തുമില്ല, കൂട്ടിവെക്കുന്നുമില്ല. എന്നിട്ട് പറയുക, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. അവിടെ യേശു എൻ്റെ പിതാവെന്ന് പറയാതെ നമ്മളുടെ പിതാവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മളും പിതാവുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുവാനും ഈ വചനത്തിൻ്റെ ആഴങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനും വേണ്ടി നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അപ്പം വിതയ്ക്കുന്നുമില്ല, കൊയ്യുന്നുമില്ല, കളപ്പുരയിൽ കൂട്ടിയും വെക്കാത്ത ഈ ആകാശത്തിലെ പക്ഷികളെ പുലർത്തുന്നത് നമ്മുടെ പിതാവാണ്. സ്തോത്രം. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ എന്നിട്ട് പറയുക. എടാ, അവയെ പുലർത്തുന്നു, നിങ്ങൾ അവയേക്കാൾ ഏറ്റവും വിശേഷതയുള്ളവർ. എന്താ നമ്മുടെ വിശേഷത? നമ്മൾ ആമേൻ, പിതാവ് നമ്മളെ സൃഷ്ടിച്ചത് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ വിലയ്ക്ക് മേടിക്കപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നു. അപ്പോൾ ഈ മാഹാത്മ്യങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മൾ. പറവകൾക്ക് ഇതൊന്നുമില്ല, പക്ഷെ അവയ്ക്ക് വിധേയമില്ല, കൊയ്ത്തുമില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല. ഈ 3 സംഭവമില്ലാഞ്ഞിട്ടും സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുക, നമ്മുടെ പിതാവ് പുലർത്തുക. അങ്ങനെയെങ്കിൽ നമ്മളെ പുലർത്താതിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് പറയുക, വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? നമ്മളിന്ന് വിചാരപ്പെടുക, കർത്താവ് എന്താകും എന്ന് വിചാരപ്പെടുന്നതിനേക്കാൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അതിന് പകരം എന്ത് ചെയ്യണം? കർത്താവെ, അങ്ങ് കരുതുന്നതിനായിട്ട് സ്തോത്രം. ആകാശത്തിലെ പറവകളെ പോറ്റി പുലർത്തുന്ന എൻ്റെ പിതാവെ, അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കുന്നതിനായി സ്തോത്രം എന്ന് പറയുവാൻ നമ്മൾ തയ്യാറാകണം. ആമേൻ, ആമേൻ. അങ്ങനെയാണ് നമ്മൾ ദൈവിക ആശ്വാസവും ദൈവിക പ്രൊവിഷനും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അപ്പം 31-ാമത്തെ വാക്യം പറയുക, ആകയാൽ നാം എന്തു തിന്നും, എന്തുടുക്കും, എന്തു കുടിക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കും. ഈ ജാതികൾ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവില്ലാത്തവർ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണരുന്നതിന് മുമ്പ് അവരുടെ ആവശ്യങ്ങളെ നമ്മൾ അറിഞ്ഞ്, കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ യൂണിഫോം എടുത്തു വെക്കുന്നു, അവരുടെ ടിഫിൻ ബോക്സ് റെഡിയാക്കി വെക്കുന്നു, അവർക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കഴിക്കാനുള്ളത് റെഡിയാക്കി വെക്കുന്നു. നമ്മുടെ ഇല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ഇതുവെല്ലാം കുഞ്ഞുങ്ങൾ അറിയുന്നുണ്ടോ? അപ്പം ഇവിടെ പറയുക, ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ, ആമേൻ, കർത്താവില്ലാത്തവർ അന്വേഷിക്കുന്നു. എന്നാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നുവല്ലോ. അപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകുന്ന ദൈവത്തിന് നമ്മൾ സ്തോത്രം പറയണം. അയ്യോ, ഇപ്പം നമ്മൾ ചിന്തിക്കുക നമ്മുടെ കയ്യിലൊന്നുമില്ല, പക്ഷെ എന്നാ ചെയ്യണം? കാരണം കർത്താവേ, അങ്ങ് പറഞ്ഞിട്ടുണ്ട് വിചാരപ്പെടേണ്ട. എൻ്റെ ആവശ്യങ്ങളെ അറിയുന്ന എൻ്റെ പിതാവ്
എനിക്ക് വേണ്ടി തക്ക സമയത്ത് ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. ഇതിലൂടെ പറയാം 33-ാമത്തെ വാക്യം, നിങ്ങൾ എന്ത് ചെയ്യണം? മുമ്പേ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. കർത്താവിൻ്റെ രാജ്യം നമ്മളെ പ്രസിദ്ധമാക്കാൻ വിളിച്ചത്. അതിൻ്റെ പ്രസിദ്ധിയെക്കുറിച്ച് ചിന്തിക്കുക, അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ചിന്തിക്കുക, അതിനുവേണ്ടി നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. എന്നിട്ട് പറയുക നീതി, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. ഇന്ന് ഈ സന്ദേശം നിർത്തുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂത്, എനിക്കല്ല കർത്താവിന് പറയാനുള്ള ദൂത്, നാളേക്കായി വിചാരപ്പെടരുത്. അയ്യോ എന്തായിത്തീരും? വിചാരപ്പെടരുത്. കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. ഭാവിയെല്ലാം കർത്താവിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. ആവശ്യങ്ങളെല്ലാം കർത്താവ് തക്ക സമയത്ത് നിറവേറ്റി തരും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഈ വചനം വിശ്വസിക്കണം, എന്നിട്ട് കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് പൂർണ്ണമായിട്ട് സ്തോത്രം പറഞ്ഞു. അങ്ങ് കരുതിയിരിക്കുന്നതിനായി സ്തോത്രം, പ്രൊവിഷനുകൾ ഉണ്ടാകുക തന്നെ ചെയ്യും കേട്ടോ. കർത്താവ് നിങ്ങളെ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. മറക്കേണ്ട വൈകിട്ടത്തെ കാര്യം കേട്ടോ, 9:30. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും, വിശാലമാകും, ഉയർച്ച പ്രാപിക്കും, എല്ലാവർക്കും ഭയമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ